നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി യുവതിയുടെ പീഡന പരാതിയിൽ ട്രാവൽ വ്ലോഗർ മല്ലു ട്രാവലർ എന്ന ഷാക്കിർ സുബ്ഹാനെതിരെ കേസ്. യുവതിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഷാക്കിർ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത്. നാട്ടിൽ തിരിച്ചെത്തിയാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. അഭിമുഖം നടത്താനായി എത്തിയപ്പോൾ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് സൗദി യുവതി പരാതിയിൽ പറയുന്നത്. സൗദി പൗരയായ 29-കാരിയാണ് സുബ്ഹാനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 13-ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അഭിമുഖത്തിനെന്താ പറഞ്ഞാണ് യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത്. കോഴിക്കോട് സ്വദേശിയായ പ്രതിശ്രുത വരനൊപ്പമാണ് ഇവർ എത്തിയത്. അഭിമുഖത്തിനിടെ യുവാവ് പുറത്തുപോയ സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ ഇന്നലെയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പരാതി 100% വ്യാജമാണെന്നും തന്റെ കയ്യിലുള്ള തെളിവുകൾ ഉപയോഗിച്ച് കേസിനെ നേരിടുമെന്നും മല്ലു ട്രാവലർ ഫേസ്ബുക്ക് പേജിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മല്ലു ട്രാവലറുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എന്റെ പേരിൽ ഒരു ഫേക്ക് പരാതി വാർത്ത കണ്ടു. 100% ഫേക്കാണ്. മതിയായ തെളിവുകൾ കൊണ്ട് അതിനെ നേരിടും. എന്നോട് ദേഷ്യം ഉള്ളവർക്ക് ഒരു ആഘോഷമാക്കാനുള്ള അവസരമാണ് ഇത് എന്നറിയാം. എന്റെ ഭാഗം കൂടി കേട്ടിട്ട് അഭിപ്രായം പറയണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ് കുറിപ്പ്. യൂട്യൂബ് ചാനൽ ആരംഭിച്ചവരിൽ സിനിമാ താരങ്ങളെക്കാൾ ഏറ്റവും അധികം ഫോളോവേഴ്സും റീച്ചും കിട്ടിയ താരങ്ങളുണ്ട്. അത്തരമൊരു വ്ലോഗറാണ് മല്ലു ട്രാവലർ. ഇന്ത്യയിലും പുറത്തും യാത്രകൾ ചെയ്ത മല്ലു ട്രാവലർ അടിക്കടി തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും വീഡിയോയിൽ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു വീഡിയോയും അടുത്തിടെ വൻ വിവാദമായിരുന്നു. എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയ സങ്കടത്തിലാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിവാദ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിൽ ബ്രേക്കപ്പ് ആയപ്പോഴുള്ള വിഷമം പങ്കുവയ്ക്കവേ ഒരു പെൺകുട്ടി നോ പറഞ്ഞാൽ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്ന് മല്ലു പരാമർശിക്കുകയുണ്ടായി. അതാണ് വിമർശകരെ പ്രകോപിപ്പിച്ചത്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുള്ള ആൾ, മല്ലു ട്രാവലറെ പോലെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആൾ താൻ അവിഹിത ബന്ധത്തിലായിരുന്നു എന്ന് തുറന്നു പറഞ്ഞതിനെ ചിലർ വിമർശിച്ചു. പിന്നീട് ആ വീഡിയോ മല്ലു ട്രാവലർ ഡിലീറ്റ് ചെയ്തു. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞാൻ എന്റെ ചാനലിലൂടെ കാണിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റുകൾ വന്നേക്കാം. കാരണം ഞാൻ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാറില്ല. അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. സ്വകാര്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ കുറച്ച് വിഷമത്തിലായിരുന്നു. US വിസ കിട്ടിയ സന്തോഷം പങ്കുവയ്ക്കാനായിരുന്നു ആ വീഡിയോ. പക്ഷേ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ അറിയാതെ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ എല്ലാം പുറത്തു വന്നു. അപ്പോൾ ചില വാക്കുകൾ പറഞ്ഞത് തെറ്റായിപ്പോയി. തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ മണിക്കൂറുകൾക്കകം താനത് ഡിലീറ്റ് ചെയ്തെന്നും ഷാക്കിർ സുബ്ഹാൻ പറഞ്ഞിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.